ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അടക്കം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല അപ്ഡേറ്റുകളും ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് നിഫ്റ്റിയും ഏകദേശം 0.3% രണ്ട് ഇൻഡെക്സുകളും ഡൗൺ ആയിരുന്നു. സെൻസെക്സ് 81,312 നിഫ്റ്റി 24,752 ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 0.12% അപ്പായിട്ട് 55,417 ക്ലോസ് ചെയ്തത്. ഇനി സെക്ടറൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത പ്രധാനപ്പെട്ട സെക്ടറുകൾ മീഡിയയും PSU ബാങ്കും ആയിരുന്നു. മീഡിയ സെക്ടർ 1.04%, PSU ബാങ്ക് 0.97% അപ്പായിരുന്നു. FMCG, ഓട്ടോ, ഫാർമ, മെറ്റൽ സെക്ടറൊക്കെ നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. FMCG സെക്ടർ 1.49%, ഓട്ടോ സെക്ടർ 0.68% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇനി സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഡാറ്റ നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് 0.33% അപ്പായിരുന്നു. പക്ഷേ മിഡ് ക്യാപ്പ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഇൻഫോസിസ്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലോസസിൽ വരുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ITC, ഇൻഡസ്ഇൻഡ് ബാങ്ക്, റിലയൻസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. 2.79% കുറവുണ്ടായിട്ടുണ്ട്. ഇനി അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലേക്ക് പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. 1462 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 1395 സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇനി നമുക്ക് നാളെ റിസൾട്ട് വരുന്ന, അതായത് മെയ് 29 വ്യാഴാഴ്ച റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം 320ഓളം കമ്പനികളുടെ റിസൾട്ട് നാളെ വരാനുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ബജാജ് ഓട്ടോ, സംവർധന മദേഴ്സൺ ഇന്റർനാഷണൽ, സുസ്ലോൺ എനർജി, ആൽക്കം ലാബോറട്ടറീസ്, ഇപ്ക ലാബ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ്, SJVN, MBCC തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി നമുക്ക് മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് കിടക്കാം. അടുത്ത ഭാഗത്തെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറന്നുപോയ ചെറിയൊരു കാര്യം ഓർമ്മിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാം. നിങ്ങൾ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നിങ്ങളത് സഹായിക്കും. അതുകൂടാതെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് NSEയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. NSE അവർക്കെതിരെയുള്ള കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി സെബിക്ക് 1000 കോടി കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. കോലൊക്കേഷൻ സ്കാം പലർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഹൈ സ്പീഡ് ട്രേഡേഴ്സിന് ആക്സസ് ചെയ്യാൻ വേണ്ടി കോലൊക്കേഷൻ സെർവേഴ്സ് വഴി ആക്സസ് കൊടുത്ത ആ ഒരു കേസ് അടക്കം പല കേസുകളും നിലനിൽക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2024 ഒക്ടോബർ മാസം അവർ 6400 കോടി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. അവർ IPOയുമായി വരാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടിയാണ് അവർ ഈ കേസുകളിൽ സെറ്റിൽ ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും കേസുകളൊക്കെ ഉണ്ടെങ്കിലും IP ആയിട്ട് അവർ വരികയാണെങ്കിൽ എന്തായാലും ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരിക്കും. അടുത്തത് മറ്റൊരു ലിസ്റ്റഡ് കമ്പനിയായിട്ടുള്ള ഹ്യുണ്ടായുമായി ബന്ധപ്പെട്ടാണ്. ഹ്യുണ്ടായി തെലങ്കാനയിൽ ഒരു 8528 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഗവൺമെൻറ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. സഹീറാബാദിലുള്ള നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോണിൽ ഒരു ഗ്ലോബൽ ഇന്നൊവേഷൻ R&D സെൻറ്റർ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർ കൊണ്ടുവരുന്നത്. 675 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയൊരു ഫെസിലിറ്റിയാണ് ഇവർ അവിടെ വരാൻ പോകുന്നത്. ഓൾറെഡി സഹീറാബാദിൽ മഹീന്ദ്രയുടെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ അത് ഒരു ഓട്ടോമോട്ടീവ് ഹബ്ബായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഹീറോ ഫിൻകോർപ്പുമായി ബന്ധപ്പെട്ടാണ്. ഹീറോ ഫിൻകോർപ്പിൻ്റെ IPO അടുത്ത് തന്നെ വരും. ഹീറോ മോട്ടോകോപ്പിൻ്റെ തന്നെ ഫിനാൻഷ്യൽ ആമാണിത്. അവർക്ക് ഒരു 3668 കോടിയുടെ IPOക്ക് സെബിയുടെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 2100 കോടിയുടെ ഫ്രഷ് ഇഷ്യൂ ആണ് വരുന്നത്. 1568 കോടി ഓഫർ ഫോർ സെയിലാണ്. അതായത് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഷെയർസ് സെല്ല് ചെയ്യുന്നതാണ്. ഈ ഒരു IPO വഴി ലഭിക്കുന്ന പണം അവർ മെയിനായിട്ടും ലെൻഡിങ് ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. മാർച്ച് 2024 കണക്കനുസരിച്ച് ഈ കമ്പനിക്ക് ടോട്ടൽ 51,821 കോടിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഉണ്ട്. ടോട്ടൽ കസ്റ്റമർ ബേസ് വരുന്നത് 1.18 കോടിയാണ്. അടുത്ത നമ്മുടെ എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്നുള്ള ഒരു ന്യൂസ് ഇപ്പോഴായിട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ അയൽരാജ്യങ്ങളിൽ ചിലയിടത്തൊക്കെ അത് വന്നു കഴിഞ്ഞു ഓൾറെഡി. അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ പ്രിലിമിനറി അപ്രൂവൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് അവരുടെ പ്ലാനുകൾ ഒരു മാസത്തേക്ക് വെറും 850 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കരുതപ്പെടുന്നത്. അതായത് ഏകദേശം $10 വരും. വളരെ കുറഞ്ഞ റേറ്റിന് ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റു ടെലികോം കമ്പനികൾക്ക് നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. മെയിനായിട്ട് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് എത്താൻ പ്രയാസമുള്ള ചില മേഖലകളുണ്ട്. ആ മേഖലകളെയാണ്. ഏകദേശം ഒരു 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ വളരെ ചെറിയ റേറ്റിൽ കൊണ്ടുവരുന്നത് എന്തായാലും കോമ്പറ്റീഷൻ അവർ റെഡിയാണെന്നുള്ളത് തെളിയിക്കുന്നതാണ്. എന്തായാലും ഇന്ത്യൻ കസ്റ്റമേഴ്സ് മെയിനായിട്ട് പ്രൈസിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചെറിയ റേറ്റിൽ സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് വളരെ പെട്ടെന്ന് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ റേറ്റിന് അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ US റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ റേറ്റ് തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും. കാരണം US ഏകദേശം ഓരോ മാസം $80 ചാർജ് ചെയ്യുന്നത്. അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു റേറ്റാണ് അവർ ഇവിടെ ചാർജ് ചെയ്യാൻ പോകുന്നത്. എന്നാലും നമുക്ക് നോക്കാം, വരും ദിവസങ്ങൾ അത് ക്ലിയർ ആയിട്ട് വരും. ഇനി ചില കമ്പനികളുടെ റിസൾട്ട് നമുക്ക് നോക്കാം. ആദ്യം നോക്കാൻ വന്നത് BSNLൻ്റെ ആണ്. BSNL ലിസ്റ്റഡ് കമ്പനിയല്ല, എങ്കിലും അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. BSNL Q4 250 കോടിയുടെ പ്രോഫിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
തുടർച്ചയായ രണ്ടാമത്തെ ക്വാർട്ടറാണ് അവർ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളത്. ഇനി ഇയർ വൈസ് നോക്കുമ്പോൾ FY25 അവരുടെ ലോസ് ഏകദേശം പകുതിയോളം കുറഞ്ഞിട്ടുണ്ട്, 58% കുറഞ്ഞിട്ടുണ്ട്. മുമ്പത് 5370 കോടിയായിരുന്നത് ഇപ്പോൾ 2247 കോടിയായിട്ടുണ്ട്. റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്, 7.8% വർദ്ധിച്ച് 20,841 കോടിയായിട്ടുണ്ട്. ടോട്ടൽ ഇൻകം 23,427 കോടിയായിട്ടുണ്ട്. എബിറ്റ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്, 5,396 കോടിയായിട്ടുണ്ട്. ഇപ്പോഴത്തെ മാർജിൻ വരുന്നത് ഏകദേശം 23%. 4G 5Gയുടെ റോൾ ഔട്ടിനായിട്ട് അവർ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം 26,022 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു മേഖലയിൽ. എങ്കിലും ഇവർ 4G തന്നെ ഇപ്പോൾ പല സ്ഥലത്ത് റെഡിയായി വരുന്നതേ ഉള്ളൂ. മറ്റു കമ്പനികളൊക്കെ 5G ഓൾറെഡി പല സ്ഥലത്ത് റോൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. എന്തായാലും എൻ്റെ നാട്ടിലൊക്കെ 4G എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ BSNLന്. അത്രത്തോളം ഷോക്കാണ് അതിൻ്റെയൊക്കെ അവസ്ഥ. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ക്രൈയുടെ റിസൾട്ടാണ്. ഫസ്റ്റ് ക്രൈയുടെ പാരൻറ്റ് കമ്പനിയുള്ള ബ്രെയിൻബീസ് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു Q4 ലോസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. FY25 ഫോർത്ത് ക്വാർട്ടറിൽ അവർ 111.5 കോടിയുടെ ലോസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ സെയിം ക്വാർട്ടറിലെ ലോസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 2.5 ഇരട്ടിയോളം വർധനവുണ്ട്. കഴിഞ്ഞ വർഷം അത് 43 കോടിയായിരുന്നു. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ഓപ്പറേറ്റിംഗ് റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്, 16% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. അത് 1930 കോടിയായിട്ടുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.